എന്നിട്ട് ഇന്നലെ ഞാൻ ഒരുപാട് പേടിച്ചു. ജംഗ്ഷനിൽ നിന്ന് ഓടി. നമ്മുടെ സ്ട്രീറ്റിൽ ലൈറ്റ് ഉണ്ടായില്ലല്ലോ. എത്ര നായ്ക്കളാ! ആരായിരിക്കും സ്ട്രീറ്റ് ലൈറ്റ് എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ടാവുക? അതൊന്ന് നന്നാക്കി കിട്ടാൻ ഇനി എത്ര പാടുപെടണമെന്ന് ആർക്കും അറിയില്ല. ഇരുട്ടത്ത് കണ്ണു കാണാതെ ആരെങ്കിലും തെന്നി വീണാലും മതി. ഇനി ട്യൂഷന് പോകുമ്പോൾ ടോർച്ച് എടുത്തിട്ട് ബാഗിലിട്ടോ. ചേട്ടാ നോക്ക്, ആ പശു നെല്ല് മുഴുവൻ തിന്നുന്നു. അമ്മു നോക്ക്, ഇരുട്ടു മുമ്പേ വീടെത്തണം. അതും ഇത് നോക്കി നിൽക്കാൻ സമയമില്ല. വേഗം നടക്ക്, ഇരുട്ടായാൽ കണ്ണും കാണില്ല. ഇരുട്ടത്ത് മാത്രമാണോ കണ്ണു കാണാത്തത്? ഇരുളിൽ മാത്രമാണോ വെളിച്ചമെത്താത്തത്? തമത്തജ്ഞാനജം വിദ്ധിം മോഹനം സർവദേഹിനാം പ്രമാദാനസ്യ നിദ്രാഭി തന്നിഭക്താഭി ഭാരത. ദേ നോക്ക്, നല്ല നിറവെളിച്ചത്തിലൊരു പയ്യെ വിളഞ്ഞു കിടക്കുന്ന നെല്ല് മുഴുക്കെ തിന്നുന്നു. ആരും കാണുന്നില്ലിതൊന്നും. ഇരുട്ടാണോ കണ്ണിൽ? കുട്ടികളെ, നിങ്ങളോടാണ്. ഇദ്ദേഹം എന്താ പറയുന്നത് ഏട്ടാ? അതിനെന്താ മാഷേ, ഈ വയലൊക്കെ ഗംഗാധരൻ നായരുടേതല്ലേ? ഈ നാട്ടിലെ എണ്ണം പറഞ്ഞ പണക്കാരൻ. ചിട്ടി കമ്പനി, ടെക്സ്റ്റൈൽ ഷോപ്പ് ഒക്കെയുള്ള ആളാണ്. അയാളുടെ കുറച്ച് ധാന്യമണികൾ ആ പശു തിന്നെന്ന് വെച്ചിട്ട് ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഒന്നും സംഭവിക്കില്ല? ഒന്നും സംഭവിക്കില്ല. ഓഹോ, അപ്പോൾ ഓരോ വസ്തുവിൻ്റെയും മൂല്യം നിർണ്ണയിക്കുന്നത് അതിൻ്റെ ഉടമസ്ഥൻ ആരാണെന്ന് അനുസരിച്ചാണോ? കൊള്ളാമല്ലോ. ഞാൻ ചിന്തിച്ചത് മറ്റൊന്നാണ്. കൊയ്യാൻ പാകമായ ഈ നെൽവയലിനരികെ ആരാണ് അശ്രദ്ധമായി പശുവിനെ കെട്ടിയത്? പശു കുറച്ച് നെല്ല് തിന്നാൽ തന്നെ എന്താ കുഴപ്പം? പശുക്കൾ, പുഴുക്കൾ, പക്ഷികൾ എല്ലാവർക്കും വേണ്ടിയല്ലേ ഈശ്വരൻ ഇതൊക്കെ സൃഷ്ടിച്ചത്? എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളല്ലേ? എല്ലാം ഭഗവാന്റെ സൃഷ്ടികൾ തന്നെ. പക്ഷേ ഒന്നുകൂടെയുണ്ട്. ബുദ്ധിയുക്തോ ജഹാദീഹ സുഹൃതാ ദുഷ്കൃതേ തസ്മാദ്യോഗായ യുജസ്വ യോഗാ കർമ്മസു കൗശലം. എന്ന് വെച്ചാ നിന്നോട് മണ്ടത്തരമൊന്നും പറയണ്ടാന്ന്. അങ്ങനെയും പറയാം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭഗവാൻ മനുഷ്യന് ബുദ്ധി, വിവേകം, തിരിച്ചറിവ്, വിവേചന ബുദ്ധി, യുക്തിബോധം, ഭാവന ഒക്കെ ആവോളം തന്നിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് ഫലമിച്ഛിക്കാതെ, അതിനോട് മമതയില്ലാതെ കർമ്മം ചെയ്യാൻ നമുക്ക് കഴിയും. പശു അതിൻ്റെ കർമ്മമല്ലേ ചെയ്യുന്നത്? അതിനോ അതിൻ്റെ വയറ് നിറയ്ക്കണ്ടേ? കഴിക്കുന്നതോ ഒരു ധനികന്റെ മുതലും. അത് കഴിച്ചോട്ടെ എന്ന്. ഞാനതിനെ ഇറസ്പോൺസിബിലിറ്റി, എസ്കേപ്പിസം എന്നൊക്കെ വിളിക്കും. എന്താ വിരോധമുണ്ടോ? അതെന്താ അങ്ങനെ? അപ്പോ ഗംഗാധരൻ നായരോ ഒരാളെയും സഹായിക്കില്ല. പിശുക്കൻ, പാവം പശു, അതിൻ്റെ അരപ്പട്ടിണിക്കാരായ ഉടമസ്ഥൻ, പിന്നെ ഞങ്ങളൊക്കെ ഇറസ്പോൺസിബിൾ. കൊള്ളാലോ. അമ്മോ, കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്നും ടൂറ് പോയില്ലേ? ആ, എങ്ങനെ അറിഞ്ഞു? അതൊക്കെയുണ്ട്. പക്ഷേ ട്രിപ്പ് വിചാരിച്ച പോലെ സുഖമായില്ല എന്ന് പരാതി പറഞ്ഞല്ലോ. അതെന്താണ്? ഉണ്ണി, കഴിഞ്ഞ ആഴ്ച നടന്ന ക്രിക്കറ്റ് മാച്ചിൽ നിന്റെ ടീം തോറ്റുപോയില്ലേ? ബസിന്റെ സീറ്റ് ഞങ്ങൾക്ക് മുമ്പ് പോയ കുട്ടികൾ കുത്തി കീറി വെച്ചിരുന്നു. ഹാൻഡ് റെസ്റ്റ് ഒക്കെ ഒടിഞ്ഞു പോയിരുന്നു. ലൈറ്റുകൾ അവർ ഊരി മാറ്റി, ഫ്ലോറൊക്കെ വൃത്തികേടാക്കി. മാച്ചിൻ്റെ സമയത്താകട്ടെ ഞങ്ങളുടെ ഗ്രൗണ്ടിലേക്ക് അതിനടുത്തുള്ള കെട്ടിടം പണിക്കുള്ള മണലും കമ്പിയും കല്ലും ഒക്കെ കൊണ്ടിറക്കി. ഞങ്ങൾക്ക് പ്രാക്ടീസിന് സ്ഥലമേ ഉണ്ടായില്ല. സ്ട്രീറ്റ് ലൈറ്റ് പൊട്ടിച്ചയാളും പൊതുസ്ഥലത്ത് വേസ്റ്റ് ഇടുന്നവരും പൊതുവിടങ്ങളിലെ ഭിത്തികൾ വൃത്തികേടാക്കുന്നവരും ജാഥയ്ക്ക് കല്ലെറിയുന്നവരും ബസ് സ്റ്റോപ്പിലെ സീറ്റുകൾ ഇളക്കി മറിക്കുന്നവരും പാർക്കിലെ ചെടികൾ നശിപ്പിക്കുന്നവരും ഒക്കെ ഇതുപോലെ മറ്റാരെയോ തോൽപ്പിച്ച് കളയുന്നുണ്ട്. അവർ മൂലം ഒരുപാട് പേർക്ക് നഷ്ടം സംഭവിക്കുന്നുണ്ട്. അവർ ആർക്കൊക്കെയോ ദുഃഖമുണ്ടാക്കുന്നുണ്ട്. ചിലരുടെ സന്തോഷത്തെ കെടുത്തുന്നുമുണ്ട്. കുഞ്ഞെ, വിശന്നിരിക്കുന്ന 10 പേരുടെ വയറിലേക്ക് പോകേണ്ട അന്നമാണത്. നിലമുഴുതവരുടെയും വിത്തെറിഞ്ഞവരുടെയും വളമിടുകയും കളപറിക്കുകയും ചെയ്തവരുടെയും കൊയ്തെടുക്കേണ്ടവരുടെയും കച്ചവടം ചെയ്യേണ്ടവരുടെയും ഒക്കെ സ്വപ്നമുണ്ട് ആ വിളകളിൽ. അപ്പോൾ നമുക്കതിനെ അല്പം അങ്ങോട്ട് മാറ്റിക്കെട്ടാം അല്ലേ? എന്നാലും അദ്ദേഹം ആരാ ചേട്ടാ? कर्मणैव हि संसिद्धिम् अस्थिता जनकादयः
लोकसङ्ग्रहमेवापि सम्पश्यन् कर्तुमर्हसि।